എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പ്രതിനിധിക്കാൻ വേണ്ടിയിട്ടുണ്ടോ? വല്ല ആൾക്കാരും ഉണ്ടോ? ഇത് വഴി, അതായത് പൊതുവഴിയായിട്ട് കിടക്കുന്ന ഡിവിയേഷൻ റോഡാണ്. ഈ റോഡിനെ ഉപരോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ എന്തിനാ തോളടയ്ക്കാം. ഞാൻ തോളാന്നാ പറയുന്നത്. തോളടയ്ക്കൽ ഈ പരിപാടി തുടങ്ങിയിട്ട് കൊല്ലത്തിലായി. എന്നിട്ടും ഈ തോളടപ്പ് തീർന്നിട്ടില്ല. ഇപ്പോഴും ഇത് ഇങ്ങനെ എന്നെ ഉപദ്രവിക്കില്ല കേട്ടോ. എനിക്ക് കൈ കാലില്ല, നടക്കാൻ പറ്റില്ല. അവർ ഈ കേരളത്തിൽ സംഭവിക്കുമ്പോൾ ഗുജറാത്തിലും മറ്റേ കിർമി എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇത് സംഭവിക്കുന്നതിന് എന്താ അർത്ഥം? അത് അവിടെ സംഭവിക്കണം. അതതിൻ്റെ കാര്യം. അതായത് ബോർഡർ ഏരിയയിൽ നമ്മളെ ഇന്ത്യനെ ആക്രമിക്കുമ്പോൾ അത് ചെയ്തോളാൻ, ആക്രമിച്ചോളാം എന്ന് പറയുന്ന വ്യക്തികൾ ആക്രമിച്ചോളം എന്തൊക്കെയോ പറഞ്ഞു. മനസ്സിൽ പറഞ്ഞതാണ് ഇത് സൈക്കിൾ ഞാൻ പണിട്ട് അപ്പോൾ അതും പറയാൻ പറ്റാണ്ടായി. തോളം എത്ര വേണമെങ്കിൽ അടച്ചോട്ടെ. തോളം അടയ്ക്കാതിരിക്കുക. ഞാനും അവിടെ ജോലി ചെയ്ത ആളാണ്. രാഷ്ട്രീയം പറയല്ല. അവിടെ രാഷ്ട്രീയക്കാരെല്ലാം രാഷ്ട്രീയക്കാരുണ്ട്. കോൺഗ്രസ്, BJP-യുടെ ഇവിടെ BJP എന്നില്ല, ജനങ്ങളാണ് രാഷ്ട്രീയക്കാർ. നമ്മൾ കൊള്ളാതെ രാഷ്ട്രീയക്കാരെ പറയുമ്പോൾ പോലീസുകാരൊക്കെ നിൽക്കുക. ഇവിടെ ഒന്ന് തല പൊട്ടിയിട്ട് ഞങ്ങളാരും പറയാം. എനിക്കറിയാം ഞാൻ എന്തായെന്ന്. ശോഭ സുരേന്ദ്രൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാം. നിങ്ങൾക്കറിയോ? BJP-ക്കാർ പറയുമ്പോൾ കൊള്ളക്കാർ ഇത് അടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പബ്ലിക് വന്ന്, ജനം വന്ന് ഈ വിഷയത്തിൽ ഇത് തകർത്തളഞ്ഞത്. ഇതിൽ അടിയന്തരമായി കളക്ടർ ഇടപെടണം. ഈ ജില്ലയിൽ നിന്നുള്ള ഈ തൃശ്ശൂരിൻ്റെ MP ശ്രീ CN ജയദേവൻ അടിയന്തരമായി ഇടപെടണമെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം. ഇതൊരു പ്രതിഷേധം മാത്രമായി ചുരുക്കല്ല. ഇനി സമരം വളരെ ഗൗരവത്തിൽ ശ്രീ നിതിൻ്റെ നേതൃത്വത്തിലുള്ള സമരം ഇവിടെ വളരെ ഗൗരവത്തിൽ അടിയന്തരമായി നടക്കും. ഇതിനെ പാർട്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പൂർണ്ണ സപ്പോർട്ട് നമ്മളിതുമായി ബന്ധപ്പെട്ട് മേടിക്കും. അത്തരത്തിലുള്ള സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പോൾ നമ്മൾ അടിയന്തരമായി കളക്ടറുമായി സംസാരിച്ച് കളക്ടർ ചേംബറിൽ നമ്മൾ സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ ഇതുമായി ബന്ധപ്പെട്ട് പോകുകയാണ്. Yeah.